ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹോണ്ട യൂണിക്കോൺ 160 മോഡലാണ്. വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ്, സെൽഫ് ചെക്കപ്പ്, സെൽഫ് വർക്ക് ചെയ്യുള്ള, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയാണ് പറഞ്ഞാണ്. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ടൈം ആയതുകൊണ്ട് 3802 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3000-ലാണ് നമുക്ക് മാറ്റേണ്ടി വരാം കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയുണ്ട്, ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, അത് കുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി നമുക്ക് 2025 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയർ കപ്പാസിറ്റി ബാറ്ററി. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.22 റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.30. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. സെൽഫ് മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ്, സെൽഫ് എടുക്കാത്ത പ്രോബ്ലം. എഞ്ചിൻ ഓയിൽ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട്. ഏകദേശം 3800 കിലോമീറ്റർ ഓടിയാണ് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സെൽഫ് മോട്ടറിൻ്റെയാണ് പ്രോബ്ലം. സെൽഫ് മോട്ടറിൻ്റെ കാർബൺ പോയേക്കണാണ്. അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അയച്ച് റീസെറ്റ് ആക്കി എടുക്കണം. സെൽഫ് മോട്ടറിൻ്റെ റീസെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ നമുക്ക് ഇതും ഇരിക്കുന്നത് പുതിയ അസംബ്ലിയാണ്, പുതിയ കാർബറേറ്ററാണ്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സർവീസ് വർക്ക് മാത്രമാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് സർവീസിന് പുറമെ തന്നെ വർക്കെന്ന് വെച്ചാൽ സെൽഫ് മോട്ടറിൻ്റെ കേസാണ്. സെൽഫ് മോട്ടർ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അയച്ചു നോക്കിയതാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സർവീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സെൽഫ് മോട്ടർ കംപ്ലയിൻ്റ് കാണിച്ച് കഴിഞ്ഞാൽ മോട്ടർ മാറ്റി വയ്ക്കലാണ് പതിവ്. ഏകദേശം 2000-2200 അടുത്ത് മോട്ടറിന് മാത്രം വരും. നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് സർവീസ് ചെയ്തെടുക്കാം, കിട്ടും. നിലവിൽ വേറെ പ്രോബ്ലം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും വർക്ക് തീരും കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോ.